Hello everyone, today we are going a road trip from Fangray to Auckland. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു റോഡ് ട്രിപ്പ് പോവാണ് ഫാങ്റേ ടു ഓക്ക്ലാൻഡ്. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ വിചാരിക്കുന്നു ഓക്ക്ലാൻഡിൽ പോകണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു 3 days ലീവ് കിട്ടിയത്. അപ്പോൾ അവിടെ ചെറിയൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഹോഴ്സ് റൈഡാണ്. എപ്പോഴും പോകണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ടൈം കിട്ടിയില്ല, ഒരു ഡേ പോകണം. അപ്പോൾ ഇന്ന് വെദർ ഇസ് ടു പെർഫെക്റ്റ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് പോകാം. നല്ല പോകുന്ന വഴിക്ക് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫുൾ ഗ്രീനറി അങ്ങനത്തൊക്കെയാണ് കാണാൻ, അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഓക്ക്ലാൻഡിൽ ഞങ്ങൾ ലാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ എയർപോർട്ടിൽ. അവിടെ 1 night സ്റ്റേ ചെയ്ത് മോർണിംഗ് ആണ് അവിടുന്ന് പാരഗഡിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങി വന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് പോകാൻ ടൈം ഒത്തു വന്നത്. അങ്ങനെ ഫാങ്റേ ടു ഓക്ക്ലാൻഡ് ആണ് അടുത്ത സിറ്റി, നമുക്ക് പോകാൻ പറ്റിയ സിറ്റി. ദൂരം ഇല്ലാത്തത് ഫാങ്റേ ടു ഓക്ക്ലാൻഡാണ്. 2 hours ഉള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇവിടെ കുറേ മലയാളീസും കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പോയി വരാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഓക്ക്ലാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പം ബ്യൂട്ടിഫുൾ സിറ്റിയാണ് കേട്ടോ. അന്ന് വന്നപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിട്ടില്ല. ലോങ് ജേർണി ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പം ട്രാവലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഇന്നാണ് ഞാൻ പിന്നെ കാണുന്നത് കേട്ടോ ഓക്ക്ലാൻഡ്. നല്ല രസമുണ്ട് സിറ്റി കാണാൻ വേണ്ടിയിട്ട്, നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഇനി ഹോട്ടലിലേക്ക് നേരെ പോകണം. അല്ലെങ്കിൽ അതിന് മുമ്പ് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് ഈ ടവർ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സ്കൈ ടവർ കേട്ടോ. അപ്പം ഇത് കാണണമെന്ന് വിചാരിക്കുന്ന ടൈം കിട്ടുമോ എന്നറിയില്ല. അപ്പം നേരെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പോയത് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഇവർ വെച്ച് ഒന്നാമത് ഈ നാച്ചുറൽ വേസ് നമ്മുടെ ന്യൂസിലാൻഡ് അടിപൊളിയാണ്. അപ്പോൾ ഇതും കൂടി കണ്ടപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ അവർ സെറ്റ് ചെയ്തത് അടിപൊളിയാണ് കേട്ടോ. കണ്ട് തീരൂല, കുറച്ചേ ഞങ്ങൾ പോയുള്ളൂ. നട്ടുച്ചയായതുകൊണ്ട് കുറേയൊക്കെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ടോയ് ട്രെയിൻ ഉണ്ട്. പക്ഷെ നമുക്കത് അന്ന് നമ്മൾ പോയപ്പോൾ ടൈം കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കയറാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്കത് കയറി കാണാവുന്നതേ ഉണ്ടായിട്ടുള്ളൂ, കുറേ ദൂരമൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഈ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലവർ ഇവിടെ നിന്നൊക്കെ കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന ഒരു നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നടന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, ടൈമില്ലായിരുന്നു. ഭയങ്കര നട്ടുച്ചയായതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് തന്നെ. അപ്പം അതൊക്കെ കഴിച്ച് ഇനി നേരെ റൂമിലേക്ക് പോകണം. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ റൂം. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം.
ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി. ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ. ന്യൂസിലാൻഡിൽ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടാകും. അപ്പം ഓക്ലാൻഡിൽ കുറച്ച് വില കുറവാണ് കമ്പയർ ടു ഫാങ്കര. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ മുകളിൽ പോയി അവിടുന്ന് കേമാർട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴേ തീരുമാനിച്ചതായിരുന്നു സോൾട്ട് മാംഗോ ട്രീയിൽ പോകാൻ. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ നമ്മുടെ നാട്ടിലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ നേരെ തിരിച്ച് ഹോട്ടലിലെത്തി. ഇനി ഇവിടുന്ന് റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് രാവിലെ പോകണം. അങ്ങനെ അവിടെ പോയി കുറച്ച് പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ഫാങ്കരയിലോട്ട് പോകണം. അപ്പോൾ ന്യൂസിലാൻഡ് വിശേഷങ്ങൾ കാണാനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാ വിശേഷങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ബായ്.